ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് പുതിയ സൃഷ്ടിയെക്കുറിച്ചാണ്. എന്താണ് പുതിയ സൃഷ്ടി? നാം ഈ 50 ദിവസത്തെ നോയമ്പെല്ലാം എടുത്ത് ഈശോയുടെ ഉയർപ്പെല്ലാം ആഘോഷിച്ച് ഇരിക്കെ, ഒരു തരത്തിൽ പറഞ്ഞാൽ പല പാപങ്ങളിൽ നിന്ന് നാം വിമോചിതരായി കർത്താവിൻ്റെ ആ പുതിയ സൃഷ്ടികളാകാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എന്താണ് പുതിയ സൃഷ്ടി എന്നാൽ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ഉം 27-ഉം തിരുവചനത്തിൽ ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അങ്ങനെ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഈ ഛായയിലേക്കും സാദൃശ്യത്തിലേക്കും കടന്നു വരുമ്പോഴാണ് പുതിയ സൃഷ്ടികളായിട്ട് നാം ഓരോരുത്തരും മാറുന്നത്. എപ്പോഴാണ് ആ ദൈവത്തിൻ്റെ സാദൃശ്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടത്? നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാർ ദൈവം നൽകിയ അറിവ് അനുസരിക്കാതെ സാത്താൻ നൽകിയ തിരിച്ചറിവ് സ്വീകരിച്ചുകൊണ്ട് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുകയും ഈ ഛായ നമ്മളിൽ നിലനിൽക്കുകയും ചെയ്തു. എന്നിട്ട് ദൈവം അനേക പ്രവാചകന്മാരെ, നീതിമാന്മാരെ, രാജാക്കന്മാരെ എല്ലാം നമുക്ക് വേണ്ടി അയച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഈ സാദൃശ്യത്തിലേക്ക് തിരിച്ചു വരുവാൻ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. പാപത്തിൽ നിന്ന് നാം പരിപൂർണമായിട്ട് മോചിതരായിട്ട് വരുമ്പോഴാണ് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലേക്കും ആ യഥാർത്ഥ ഛായയിലേക്കും നമുക്ക് ഓരോരുത്തർക്കും കടന്നു വരുവാൻ സാധിക്കുന്നത്. അതായത് പുതിയ സൃഷ്ടികളാകുവാൻ നമുക്ക് സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ പുതിയ സൃഷ്ടി ആയാലേ ദൈവത്തിൻ്റെ ഛായയിലും യഥാർത്ഥ സാദൃശ്യത്തിലേക്കും കടന്നു വന്നെങ്കിൽ മാത്രമേ മനുഷ്യൻ പരിപൂർണനാകുകയുള്ളൂ, മനുഷ്യന് സ്വസ്ഥത ലഭിക്കുകയുള്ളൂ. അതാണ് വിശുദ്ധ അഗസ്തീനോസ് ഈ ലോകത്തിൻ്റേതായ എല്ലാ സുഖങ്ങളും ആസ്വദിച്ച ശേഷം അതിലൊന്നും സംതൃപ്തി കണ്ടെത്താതെ പറയുന്നത്, കർത്താവേ, അങ്ങനെ അങ്ങയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു, അങ്ങയിലെത്തുന്നതുവരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആ ഛായയിലേക്കും ആ സാദൃശ്യത്തിലേക്കും തിരിച്ചെത്തുമ്പോഴാണ് പരിപൂർണരാകുന്നത്, നമ്മളെല്ലാം സംതൃപ്തരാകുന്നത്. ഈശോ താൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് തൻ്റെ ദൗത്യം ആരംഭിച്ചപ്പോൾ അവിടുന്ന് 12 പേരെ മറ്റുള്ളവരിൽ നിന്ന് വിളിച്ച് തിരഞ്ഞെടുത്ത് അപ്പസ്തോലന്മാർ എന്ന നാമം നൽകി 3 വർഷം കർത്താവ് അവരെ കൂടെ കൊണ്ട് നടത്തി അനേക കാര്യങ്ങൾ പഠിപ്പിച്ചു. ദൈവരാജ്യം എന്താണെന്നെല്ലാം വെളിപ്പെടുത്തി ഈശോയുടെ കൂടെ നടന്ന ശിഷ്യരെ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13-ഉം 14-ഉം തിരുവചനത്തിൽ തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനുമായി അവൻ അവരെ മറ്റുള്ളവരിൽ നിന്ന് തിരഞ്ഞെടുത്ത് നിയോഗിച്ച് കൂടെ കൊണ്ടു നടത്തിയ ശേഷം അവിടുത്തെ പീഡാസഹനവും കുരിശുമരണത്തിനും ശേഷം അവിടുന്ന് ഉത്ഥാനം ചെയ്ത് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള തിരുവചനത്തിൽ തൻ്റെ ഉയർപ്പിന് ശേഷം ആദ്യം പ്രത്യക്ഷപ്പെടുകയാണ്. അവിടുന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സമാധാനം. ഇത് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഇത് തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 6-ഉം 7-ഉം തിരുവചനത്തിൽ ദൈവം മനുഷ്യനെ പൂഴി കൊണ്ട് മനുഷ്യൻ്റെ ശരീരം സൃഷ്ടിക്കുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അപ്പം പുതിയ സൃഷ്ടിയായിട്ട് ദൈവം പഴയ നിയമത്തിൽ നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാരെ തിരഞ്ഞെടുത്തെങ്കിൽ വീണ്ടും അവർ പാപം ചെയ്ത ശേഷവും ദൈവം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചുകൊണ്ട് കാലത്തിൻ്റെ പൂർണ്ണതയിൽ തൻ്റെ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ടും അവരിലും നിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകി കർത്താവ് അവരെ ഓരോരുത്തരെയും പുതിയ സൃഷ്ടികൾ ആക്കുകയാണ്. നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് നമ്മുടെ ആ പഴയ ജീവിത രീതിയിൽ നിന്ന് വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യരെ ധരിക്കുവാനാണ് എഫെസ്യർക്ക് ലേഖനം 4-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള തിരുവചനത്തിൽ പറയുന്നത്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും
കർത്താവിൻ്റെ ആ പുതിയ സാദൃശ്യത്തിലേക്ക് വിളിക്കപ്പെട്ടവ നാം. നമ്മുടെയും സഹകരണം അവിടത്തേക്ക് ആവശ്യമാണ്. ഈശോ എന്തിനാണ് ഈ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത് പുതിയ സൃഷ്ടികളാക്കുന്നത്? തൻ്റെ ദൗത്യം, അവിടുന്ന് ഈ ഭൂമിയിൽ ആരംഭിച്ച ദൗത്യം മനുഷ്യ മക്കളെ സാത്താൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ച് ദൈവരാജ്യത്തിലേക്കാക്കുവാൻ, പുതിയ സൃഷ്ടികളാക്കുവാൻ ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പുതിയ സൃഷ്ടികളാക്കി മാറ്റുകയാണ് ആദ്യമായി ചെയ്യുന്നത്. 1 യോഹന്നാൻ 3:8 പാപം ചെയ്യുന്നവൻ പിശാചെന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അപ്പം സാത്താൻ്റെ ശക്തി വലയത്തിൽ നിന്ന് ആത്മാക്കളെ രക്ഷിച്ച് വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ ശക്തി വലയത്തിലേക്കാക്കുവാനാണ് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നത്. 1 യോഹന്നാൻ 3:9-10 പറയുകയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. നമ്മളെ ആ ദൈവത്തിൻ്റെ ചൈതന്യം എപ്പോഴും വലയം ചെയ്യും. പാപം ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയില്ല. അതാണ് എഫെസ്യർക്ക് ലേഖനം 4:24 പറയുന്നത്, യഥാർത്ഥ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. എന്താണ് പുതിയ മനുഷ്യൻ? അതായത് യഥാർത്ഥ നീതിയും വിശുദ്ധിയും നമ്മളിൽ വന്നു കഴിയുമ്പോൾ നാം ദൈവത്തിൻ്റെ സാദൃശ്യം ധരിക്കുകയാണ്. നാം ഓരോരുത്തരും പുതിയ സൃഷ്ടികളായിട്ട് മാറുകയാണ്. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നത്, അനുദിനം നമ്മളെ ആഹ്വാനം ചെയ്യുന്നത് നമ്മുടെ പാപകരമായ ആ പഴയ ജീവിതത്തിൽ നിന്ന് മാറി 2 കൊരിന്തോസ് 3:16-18 കർത്താവ് ആത്മാവാണ്. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടം അണിയാത്ത മുഖത്ത് പ്രതിഫലിപ്പിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ഈ ഭൗമിക ശരീരത്തിൽ നിന്ന്, പാപകരമായ അവസ്ഥയിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ശരീരം മഹത്വമുള്ള ശരീരമായി, ഗ്ലോറിയസ് ബോഡിയായി ഓരോ ദിവസവും മാറുകയാണ്. എങ്ങനെയാണ്? നമ്മളോട് കർത്താവ് പറയാണ്, പാപത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ഓടി അകലണം. പ്രഭാഷകൻ്റെ പുസ്തകം 21:1-3 പ്രഭാഷകനിലൂടെ കർത്താവ് നമ്മളോട് പറയുകയാണ്, മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനിയും ചെയ്യരുത്. പഴയ പാപത്തിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. അടുത്ത് ചെന്നാൽ അത് കടിക്കും. അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ്. അത് നിൻ്റെ ജീവൻ അപഹരിക്കും. നമ്മൾ പുതിയ സൃഷ്ടികളായി കഴിയുമ്പോൾ എപ്പോഴും നമുക്ക് പാപത്തിലേക്ക് ഒരു ചായ്വ് ഉണ്ടായിരിക്കും. അതാണ് 2 കൊരിന്തോസ് 11:3-4 വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സർപ്പം ഹൗവയെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മളെ സാത്താൻ തന്ത്രപൂർവ്വം ചതിച്ചുകൊണ്ട് ഈ പാപത്തിലേക്ക് വീണ്ടും വീണ്ടും ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപം ചെയ്യാൻ അവസരങ്ങൾ നമുക്ക് ധാരാളം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ നമ്മൾ വിശുദ്ധി പാലിക്കാൻ ആഗ്രഹിച്ചുവോ, എപ്പോൾ നമ്മൾ നിഷ്കളങ്കതയിലേക്ക് വരുന്നുവോ, ആ സമയത്തെല്ലാം അവൻ കെണികളൊരുക്കി കാത്തിരിക്കുകയാണ്. ഇവിടെ പറയാണ്, സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. പാപ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അവയിൽ നിന്ന് ഓടി അകലുമ്പോൾ കർത്താവ് നമുക്ക് ഓരോ കൃപകൾ തരും. അതാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119:9-11 യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. എന്നിട്ട് പറയാണ്, അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഓരോ വചനവും നമ്മളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് വഴി പാപത്തിൽ നിന്ന് വലിയൊരു സംരക്ഷണം നമുക്ക് തരികയാണ്.
ഈ വചനം നമ്മളെ സംരക്ഷിക്കും. ഈ വചനം നമ്മളെ വിശുദ്ധരുടെ ഇടയിൽ അവകാശം തരും. അതാണ് അപ്പോസ്തല പ്രവർത്തനം 20-32 തിരുവചനത്തിൽ പറയുന്നത്, നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെ ഇടയിലും അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും. സകല വിശുദ്ധരുടെ ഇടയിൽ എത്തിക്കുവാൻ, മലഹമാരോടൊപ്പം ഇരുത്തുവാൻ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ വിശുദ്ധരായി ജീവിക്കുവാൻ, പുതിയ സൃഷ്ടികളായി മാറുവാൻ ഈ വചനത്തിന് നമ്മളെ സഹായിക്കും. ഈ വചനത്തിന് കഴിയും. അപ്പം നമ്മൾ ഓരോരുത്തരും വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക, വചനത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. വചനം നമ്മളെ നയിക്കും. അതാണ് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള തിരുവചനത്തിൽ, ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യം. അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ചു വളരുന്നു. ആദ്യം ഇല, പിന്നെ കതിർ, തുടർന്ന് കതിരിൽ ധാന്യമണികൾ. ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു. അപ്പം ഓരോ വചനവും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് വഴി, ആ വചനം അനുസരിക്കുന്നത് വഴി ദൈവരാജ്യം നമ്മളിൽ വികസിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം വളരുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും കർത്താവിലേക്ക് അടുക്കുന്നത് വഴി സ്വർഗരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാവുകയാണ് ചെയ്യുന്നത്. പുതിയ സൃഷ്ടികളായ നമുക്ക് പഴയ പാപത്തിൽ നിന്ന്, പാപസഹചര്യമായ അവസ്ഥകളിൽ നിന്ന് നമുക്ക് ഓടിയകലാം. കർത്താവിനോട് കൂടുതൽ അടുത്തുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഓരോ ദിവസവും പ്രാപിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്സുകരാകാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 3-5 തിരുവചനത്തിൽ നിക്കോദെമോസിനോട് കർത്താവ് പറയാണ്, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. അപ്പം ജലത്താലും ആത്മാവിനാലും ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിക്കുന്നത് വഴി നാം ഓരോരുത്തരും ഈശോയിലേക്ക് വളരുകയാണ് ചെയ്യുന്നത്. ഇതൊരു അനുദിന ജീവിത പ്രക്രിയയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജഡീക മനുഷ്യനിൽ നിന്ന് ആത്മീയ മനുഷ്യനിലേക്കുള്ള ഒരു പ്രയാണമാണ്. പാപകരമായ ജീവിതത്തിൽ നിന്ന് വിശുദ്ധിയിലേക്കുള്ള ഒരു ഒളിച്ചോട്ടം തന്നെയാണ് വിശുദ്ധി പാലിക്കുക അഥവാ പുതിയ മനുഷ്യനെ ധരിക്കുക എന്നുള്ളത്. പാപകരമായ ആ പഴയ സൃഷ്ടിയിൽ നിന്ന് പുതിയ സൃഷ്ടിയിലേക്കുള്ള ഒരു യാത്ര നമ്മൾ തുടങ്ങുകയാണ്. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ 2 കൊരിന്തോസ് 5-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ, ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ക്രിസ്തുവിൽ ആയിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും അഭിസംബോധന ചെയ്യുന്നത് പുതിയ സൃഷ്ടി, പുതിയ മനുഷ്യർ എന്നാണ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പുതിയ സൃഷ്ടികളാകാൻ ശ്രമിക്കാം. പുതിയ സൃഷ്ടികൾ ആകാൻ ശ്രമിക്കുന്നത് വഴി നാം ഓരോരുത്തരും മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിൻ്റെ ഉടമകളായി തീരുകയാണ്. ഇതുതന്നെയാണ് നാം കാണുന്നത്. വിശുദ്ധരുടെ എല്ലാം തലയ്ക്ക് ചുറ്റും ഒരു ദൈവീക ചൈതന്യം, ദൈവീക പ്രഭ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറന്നെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവിക രഹസ്യത്തെക്കുറിച്ചെല്ലാം നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. പുതിയ സൃഷ്ടികളായാൽ നമ്മളെ ട്രെയിൻ ചെയ്യുന്നത് കർത്താവാണ്. അതാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 94-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ, കർത്താവ് ശാസിക്കുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അപ്പം കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഓരോ ദിവസവും പഠിപ്പിക്കും. അതാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 50-ാം അധ്യായം 4-11 വരെയുള്ള തിരുവചനത്തിൽ, പരീക്ഷണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് പ്രഭാതം തോറും എൻ്റെ കാതുകളെ അവിടുന്ന് ശിഷ്ണ എന്ന പോലെ ഉണർത്തുന്നു. ഓരോ പ്രഭാതത്തിലും നമ്മുടെ കാതുകളെ ഒരു ശിഷ്ണ എന്ന പോലെ ഉണർത്തിക്കൊണ്ട് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കും. അനേക കാര്യങ്ങൾ നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കും. നമ്മൾ ഒരു പുതിയ സൃഷ്ടികൾ ആയിക്കഴിഞ്ഞാൽ, കാരണം നമ്മൾ ഈ ലോകത്തിൻ്റേതല്ല, പിന്നെ നമ്മൾ നമ്മുടെ കർത്താവിൻ്റേതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്, ദൈവത്തിൻ്റെ സ്വന്തമായി. പിന്നെ പഠിപ്പിക്കുന്നത് കർത്താവാണ്. അതാണ് 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൽ 3-7 വരെയുള്ള തിരുവചനത്തിൽ, സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ മാത്രം ഇഷ്ടം അന്വേഷിക്കുന്നതിനാൽ മറ്റുള്ള കാര്യത്തിൽ തലയടയാറില്ല.
നമ്മൾ മറ്റൊരു സൈന്യത്തിൽ ചേർന്നാൽ ആ സൈന്യത്തിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട്. ഇതുപോലെ തന്നെ ദൈവരാജ്യത്തിൽ പുതിയ സൃഷ്ടികളായാൽ, കർത്താവ് ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയാൽ കർത്താവ് നമ്മളെ നയിക്കാൻ തുടങ്ങും. അതാണ് 1 കൊരിന്തോസ് 9:24 തിരുവചനത്തിൽ, മത്സരക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും സമ്മാനാർഹനാകുന്നത് ഒരുവൻ മാത്രമാണ്. ആകയാൽ ആ സമ്മാനം ലഭിക്കാൻ വേണ്ടി ഓടുവിൻ. ഇത് പറയാണ്, കായികാഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു. അവർ നശ്വരമായ കിരീടത്തിനു വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത്, നാം അനശ്വരമായ കിരീടത്തിനു വേണ്ടിയും. കായികാഭ്യാസികൾ എല്ലാ കാര്യങ്ങളിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു. എന്തിനു വേണ്ടി? നശ്വരമായ കിരീടത്തിനു വേണ്ടി. അങ്ങനെയെങ്കിൽ അനശ്വരമായ കിരീടത്തിനു വേണ്ടി, ആത്മീയമായ രഹസ്യങ്ങൾക്ക് വേണ്ടി, നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി എത്രമാത്രം നാം നമ്മെ തന്നെ ഒരുക്കണം. ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല, ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായുവിൽ പ്രഹരിക്കുന്നത് പോലെയുമല്ല. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ തിരസ്കൃതരാകാതിരിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഓടുന്നത് ലക്ഷ്യമില്ലാതെ ആയിരിക്കരുത്. കർത്താവായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, അതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും മോട്ടോ 1 കൊരിന്തോസ് 2:2 ആയിരിക്കണം. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. നമുക്ക് ഈശോയെക്കുറിച്ചും അതും ക്രൂശിതനായവനെ കർത്താവിനെ നമുക്ക് ഓർക്കാം. അതായിരിക്കട്ടെ ആ അറിവ് നമുക്ക് ലഭിച്ചാൽ ഏറ്റവും വലിയ അറിവാണ്. പുതിയ സൃഷ്ടികളാകാൻ വിളിക്കപ്പെട്ട നാം ആത്മീയരായി അനേക സമ്പത്ത് കൊണ്ട് നിറയേണ്ടവരാണ്. നമ്മൾക്ക് പാവപ്പെട്ട വിശുദ്ധരാകണമോ പണക്കാരായ വിശുദ്ധരാകണമോ? നമുക്ക് ഓരോരുത്തർക്കും പണക്കാരായ വിശുദ്ധരാകാം. ദൈവിക രഹസ്യങ്ങൾ കണ്ടെത്തുന്നവരായിട്ട്. ദൈവരാജ്യത്തിൽ അനേക രഹസ്യങ്ങളുണ്ട്, അനേക സമ്പത്തുണ്ട്. ഇതെല്ലാം ഗ്രഹിക്കണമെങ്കിൽ നമ്മൾ ആത്മീയമായി സമ്പത്തുള്ളവരായിരിക്കണം. ഓരോ ദിവസവും വിശുദ്ധി ജീവിക്കുമ്പോഴാണ്, വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് പ്രയാണം ചെയ്യുമ്പോഴാണ് ദൈവരാജ്യത്തിലെ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാനം എന്നാൽ വിശുദ്ധിയാണ്. അതാണ് 101 സങ്കീർത്തനത്തിലും 15 സങ്കീർത്തനത്തിലുമെല്ലാം രാജാവിൻ്റെ പ്രതിജ്ഞയെക്കുറിച്ചെല്ലാം പറയുമ്പോൾ പറയുകയാണ്, നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കാൻ ഞാൻ ശ്രദ്ധ വയ്ക്കും. എപ്പോഴാണ് അങ്ങൻ്റെ അടുക്കൽ വരിക? ഞാൻ എൻ്റെ ഭവനത്തിൽ പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കും. നീചമായ ഒന്നിലും ഞാൻ കണ്ണുവയ്ക്കുകയില്ല. വഴിപിഴച്ചവരുടെ പ്രവൃത്തി ഞാൻ വെറുക്കുന്നു. അതിൻ്റെ പിടിയിൽ ഞാൻ അകപ്പെടുകയില്ല. ഹൃദയവക്രത എന്നെ തീണ്ടുകയില്ല. ഒരു തിന്മയും ഞാൻ അറിയുകയില്ല. അയൽക്കാരനെതിരെ ഏഷണി പറയുന്നവരെ ഞാൻ നശിപ്പിക്കും. അഹങ്കാരിയെയും ഗർവിഷ്ഠനെയും ഞാൻ പൊറുപ്പിക്കുകയില്ല. ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കും. നമ്മൾ വിശുദ്ധി പാലിക്കാൻ തുടങ്ങുമ്പോഴാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും രാജസ്ഥാനത്തിലേക്ക് ഉയർത്തുന്നത്. ഇവിടെ പറയാണ്, രാജാവിൻ്റെ പ്രതിജ്ഞ എന്നാണ് ഈ അധ്യായത്തിൻ്റെ ഹെഡിങ് 101 സങ്കീർത്തനത്തിൽ. അപ്പം നമ്മൾ പുതിയ സൃഷ്ടികളായി കഴിയുമ്പോൾ ദൈവരാജ്യത്തിലെ ഓരോ രാജകുമാരന്മാരും രാജകുമാരിമാരുമായി നമ്മൾ ഓരോരുത്തരും മാറുകയാണ്. എപ്പോഴും നമ്മളെ പാപം ചെയ്യിപ്പിച്ച് ആ ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നിന്ന് നമ്മളെ മാറ്റി നമ്മുടെ യഥാർത്ഥ സൗന്ദര്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. 45 സങ്കീർത്തനം 2 തിരുവചനത്തിൽ, നീ മനുഷ്യ മക്കളിൽ ഏറ്റവും സുന്ദരൻ, നിൻ്റെ അധരങ്ങളിൽ വാചോ വിലാസം തുളുമ്പുന്നു. ദൈവം നിന്നെ എന്നേക്കുമായി അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ വിശുദ്ധിയുടെ വസ്ത്രങ്ങൾ ധരിച്ചാൽ, പുതിയ സൃഷ്ടികളായിട്ട് നാം തീർന്നാൽ, നമ്മൾ മനുഷ്യ മക്കളിൽ ഏറ്റവും സൗന്ദര്യം കൊണ്ട് നിറയും. രാജാവിൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ ഓരോരുത്തരും ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുകയാണ്, നീ നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്തു. ആകയാൽ നിൻ്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. അപ്പം നമ്മളെ മറ്റു ജനതകളിൽ നിന്ന് കർത്താവ് ഉയർത്തി ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യണമെങ്കിൽ, മറ്റു ജനതകളിൽ നിന്ന് നാം വ്യത്യസ്തരായിരിക്കണമെങ്കിൽ വിശുദ്ധി കൊണ്ട് നമ്മൾ നിറയണം.
എന്നിട്ട് പറയാണ്, നിൻ്റെ അന്തഃപുര വനിതകളിൽ രാജകുമാരിമാരുണ്ട്, നിൻ്റെ വലത്തുവശത്ത് ഓഫീർ സ്വർണം അണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. കർത്താവ് അത്ര വലിയ സ്ഥാനമാണ് പുതിയ സൃഷ്ടികളാകുന്ന നമുക്ക് തരുന്ന ആ സ്റ്റാറ്റസ്. മത്തായിയുടെ സുവിശേഷം 5-48 തിരുവചനത്തിൽ നമ്മുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ വിശുദ്ധിയിൽ പരിപൂർണരാകുവാൻ നമുക്കും ശ്രമിക്കാം. ഇത് അനുദിന ജീവിതത്തിൽ ഓരോ ദിവസവും കൊണ്ട് നമ്മൾ ആർജിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 17-3 തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഏകസത്യതയുമായി അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഓരോ ദിവസവും കർത്താവിനെ അറിഞ്ഞ് വരുമ്പോഴാണ് ദൈവിക രഹസ്യങ്ങളിലേക്കും വിശുദ്ധിയുടെ പരിപൂർണതയിലേക്കും നമുക്ക് ഓരോരുത്തർക്കും എത്തപ്പെടാൻ സാധിക്കുന്നത്. അങ്ങനെ നമുക്കും പണക്കാരായ വിശുദ്ധരാകാം, വിശുദ്ധിയിൽ പരിപൂർണരാകാം, പുതിയ സൃഷ്ടികളാകുവാൻ ആ പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.